ഗായ്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എന്ത് സഹിച്ചിട്ടും എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ നോക്കിയിട്ടും പറ്റാത്ത ഭർത്താക്കന്മാരെ കുറിച്ചാണ്. ഒരു രക്ഷയില്ല. എന്താ ചെയ്യുക? അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന പെൺപിള്ളേർ മീൻസ് ചിലപ്പോൾ 2 കുട്ടികളുണ്ടാവും, ചിലപ്പോൾ 3 കുട്ടികളുണ്ടാവും. ഇവനിക്കെന്താ, ഇവൻ പണ്ട് സ്നേഹിച്ച്, അതായത് പണ്ട് കല്യാണം കഴിക്കുന്നതിനൊക്കെ മുമ്പിൽ പണ്ട് വിളിച്ചും കണ്ടും നടന്ന പെണ്ണിനെ വീണ്ടും കണക്റ്റ് ആക്കുക. കെട്ടിയ പെണ്ണ് അടുക്കട്ടെ, ഓൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെവിട് കേൾക്കാത്ത പോലെ ആക്കുക. ഒന്നിനും മീൻസ് എന്തെങ്കിലും സംസാരിച്ചാൽ ഒന്നിനും മറുപടി പറയാണ്ടിരിക്കുക. ഒരു തരം ഊമ പോലെ ഓളെ മുമ്പിൽ നിൽക്കുക, ഗൗരവക്കാരനായിട്ട് കാണിക്കുക. ഒന്നും സംസാരിക്കൂല, ഒക്കെ ബിസി ആക്കിയിട്ട് ഓളെ മുമ്പിൽ ഭയങ്കര ബിസി ആയിട്ടുള്ള ആളാണെന്ന് കാട്ടിയെടുക്കുക. എന്തിനാർക്ക് വേണ്ടിയിട്ട്? ഓക്ക് 2, 3, 4 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇവൾ പ്രസവിച്ചതെന്നല്ലോ, ഓൻ പണ്ട് പ്രേമിച്ച ഓൾ പ്രസവിച്ചതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നല്ല സ്നേഹം ഉണ്ടാവുമായിരിക്കും. ഇത് മറ്റേ അല്ലാത്തൊരു അറേഞ്ച് മാരേജിൽ പെണ്ണ് പ്രസവിച്ചതല്ലേ, അതടയ്ക്കട്ടെ, അത്ര മതി. അങ്ങനെയുള്ള മൈൻഡിലുള്ള ആണുങ്ങളോട് പറയുക, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ പെണ്ണും ആയിട്ട് ഒത്തുപോകാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക വെച്ചാൽ ഡിവോഴ്സ്. എന്നിട്ട് പഴയ പെണ്ണിനെ കണക്റ്റ് ആക്കുകയോ ജീവിക്കുകയോ എങ്ങനെയോ ചെയ്യുക, എന്തോ ചെയ്യുക, അതെല്ലാം നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ 2 എണ്ണത്തിനെ വെച്ച് കളിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അത് കെട്ടിയോക്ക് അറിയുമ്പം തീരെ സഹിക്കാൻ പറ്റില്ല. ഗതികേട് കൊണ്ട് ജീവിച്ചു പോകുന്നതായിരിക്കും. എങ്ങനെ രക്ഷപ്പെടുന്നു പല വഴിയും ചിന്തിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ വിചാരിക്കുക, നിങ്ങളെ മനസ്സിലാവാണ്ട് ഓള് ജീവിക്കുന്നതായിരിക്കില്ല. ഒക്കെ മനസ്സിലായിട്ട് അപ്പം വിചാരിക്കും വന്ന ബുദ്ധിയാണെന്ന്, അല്ലെങ്കിൽ ബുദ്ധിയില്ലാന്ന് വിചാരിക്കും. ബുദ്ധിയൊക്കെ ഉണ്ട്, നല്ല ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ജീവിക്കുന്ന പെണ്ണ് തന്നെയായിരിക്കും. ചാൻസ് കിട്ടിയാൽ ഓളങ്ങോട്ട് ഏടെങ്കിലും ആരാ വിളിക്കുന്നത് വിചാരിച്ച് കാത്തു നിൽക്കുന്നുണ്ടാവും. വിളി കേട്ട പാടെ ഓക്കെ ആണെന്ന് തോന്നിയാൽ പെണ്ണ് പോവുകയും ചെയ്യും. എന്നിട്ട് പെണ്ണിന് പേരും ഒക്കെ പണ്ടേ ഉള്ളതാ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ റിലേഷൻ ഉണ്ടായിന്, അങ്ങനെ ഉണ്ടാക്കിയെടുക്കും ഈ കെട്ടിയോനും കെട്ടിയൻ്റെ ഫ്രണ്ട്സും. ഈ ഇങ്ങനെ നടക്കുന്നവന്മാർക്ക് കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ഭൂലോക ഒരു വിവരവും അറിവും ഇല്ലാത്ത, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഫ്രണ്ട്സും ഉണ്ടാവും. ഈ പെണ്ണിൻ്റെ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റുമാണ് ഗൈസ്. എന്താ ചെയ്യുക? ഇങ്ങനെയുള്ളവന് എന്താ ചെയ്യുക ഗൈസ്? പറ. എന്നിട്ട് ലാസ്റ്റ് അവസാനം പെണ്ണിനെ കുറ്റവും പറഞ്ഞ് നടക്കും. ഇവർ ഫസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന വിചാരിച്ചാൽ വീട്ടിൽ ഈ പെണ്ണിനെക്കുറിച്ച് ആദ്യം തന്നെ വെറുതെ ഈ പെണ്ണിനെ വേണ്ടാന്ന് വെക്കണം. അതിനുള്ള പല വഴി ആലോചിച്ചിട്ട് ഈ പെണ്ണിൻ്റെ നെഗറ്റീവ്സൊക്കെ വീട്ടിൽ ബെഡ്റൂമിലതായാലും അല്ലാത്തതായാലും വീട്ടിൽ പോയിട്ട് ഉമ്മാനോടും ഫ്രണ്ട്സിനോടും പെങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ആകെ ഒരു കോലത്തിൽ ആ വീട്ടിൽ ഓളെക്കുറിച്ച് ഒരു ഇല്ലാത്തൊരു വേണ്ടാത്തൊരു എന്താ പറയുക, ഒരു റൗണ്ട് അടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഓളാടെ ആ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ കണ്ണിൽ ഈ പെണ്ണ് എപ്പോഴും അങ്ങനെയാണ്. ഈ കെട്ടിയവൻ എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു കോലത്തിൽ പോയിട്ട് പെണ്ണിനെ അവിടെയും പോകാൻ പറ്റില്ല. ഹസ്ബൻഡിൻ്റെ വീട്ടിലും റിലേഷൻ മീൻസ് ആരുമായിട്ട് ബന്ധമില്ല, ആരോടും പറയാനും പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. ഈ കെട്ടിയ വീട്ടിലാണെങ്കിൽ ഇവളെ എവിടെയും കൊണ്ടുപോകില്ല, ചെയ്യില്ല, ഒക്കെ പറഞ്ഞാൽ സെൻറ്റർ ചെയ്യില്ല. കുട്ടികളെ കാര്യമാണെങ്കിൽ അതും ശ്രദ്ധിക്കില്ല. ഇങ്ങനെയുള്ളവന് എന്താ ചെയ്യുക ഗൈസ്? പറ. എത്ര സഹിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള പെൺകുട്ടികൾ? കുറേ ഉണ്ട്, ഒന്നൊന്നല്ല, ഒരുപാട് പെൺപിള്ളേർ മീൻസ് ഫാമിലി ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നിനും പറ്റാണ്ട് അനുഭവിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ പറയാം, ശരിക്കും ഇത്രയും സഹിക്കേണ്ട ഒരാവശ്യമില്ല. സഹിക്കുന്നുണ്ടെങ്കിൽ വേണ്ടാത്തതിനൊന്നും പോവണ്ട. പറ്റുന്നില്ലെങ്കിൽ വേണ്ട ആൾക്കാരോട് പറയുക, തീരുമാനം എടുക്കുക, എന്താ വേണ്ടത് വിചാരിച്ചാൽ ആ കോലത്തിലേക്ക് മാറുക. അല്ലാണ്ട് ഈ കെട്ടുവിന് ഒരു കാരണവശാലും നന്നാവില്ല. എങ്ങനെ പോയാലും നന്നാവുമെന്ന് വെറും തോന്നൽ മാത്രമാണ്, ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അവരുടെ മനസ്സ് അത്രയും കല്ലായിരിക്കും. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇത്രയും എടുത്ത് ഇത്രയും ക്ഷമിച്ചിട്ടും പെണ്ണിനെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ജീവിക്കുന്നത്. പറ. അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.